പ്രിയമുള്ളവരെ, ഏവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. പർപ്പിൾ മീഡിയ ഇന്ന് കൊല്ലം ചിന്നക്കടയിൽ ഡൽഹിയിൽ സമരം നടത്തുന്ന ഇന്ത്യൻ യുവത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ വിവിധ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കവിത, പാട്ട്, വര സമരം ശ്രീമാൻ കുരിപ്പുഴ ശ്രീകുമാർ തുടക്കമിടും. പ്രസിദ്ധ കവി ഉമേഷ് ബാബുവിൻ്റെ കൂട്ടിക്കൊടുപ്പുകാരുടെ കാലങ്ങൾ എന്ന കവിതയാണ് ആലപിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടിക്കൊടുപ്പുകാരുടെ കഥ വരാന്തയിലോ നിൽക്കുന്നു, കൂട്ടിക്കൊടുപ്പുകാരുടെ കഥ പഴയതു തന്നെ, വഴിവക്കിലോ മരച്ചുവട്ടിലോ ഞരമ്പുകളിലെയോ മാംസസാന്ത്വനത്തെയോ കുറിച്ചു തന്നെ പറയുന്നു. കുറഞ്ഞ കൂലിയോ കൂട്ടത്തിലൊരു വാഗ്ദാനമോ പേശുന്നു, കുറഞ്ഞ കൂലിയോ കൂട്ടത്തിലൊരു വാഗ്ദാനമോ പേശുന്നു. വീഴാതിരിക്കെ വിരട്ടുകയോ എല്ലാം നന്മയെന്നു തലോ പ്രതിഷേധവുമായി ചിത്രകാരന്മാർ ചിത്രരചനയിൽ കലരുമ്പോൾ സന്മാർഗികളുടെ ഗാന്ധി സൂക്തമുരുവിടുന്നു. അതോടെ നിലാവുമന്നും വെളിച്ചത്തിൻ്റെ നൈർമല്യവും മത്സ്യം പോലെ മനുഷ്യർ ഇരമ്പിയ വെള്ളവും ചതിയിലൊതുങ്ങിയ പഴയ അംഗവും ദീപം തെളിഞ്ഞും കപ്പനുയർന്നും രുതിരരംഗമഞ്ചമൊരുങ്ങുന്നു. സദാ കർഷ പകിടകളിൽ പ്രവചനം തുടർന്ന് കവിത എഴുതുന്നതിന് ബഹുമാനായ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ചെറിയ കവിത പുതുപ്പിറടി. ഉത്സവ മനസ്സിനുള്ളിൽ പതഞ്ഞു പൊങ്ങും പൊതുബോധം, തളരും നെല്ലിവർ മണ്ണിൻ മക്കള മനസ്സിനുള്ളിൽ പതഞ്ഞു പൊങ്ങും പൊതുബോധം, തളരും നെല്ലിവർ മണ്ണിൻ മക്കൾ. ഇവയാണ്. ഒരു കവിതയ്ക്ക് ചിലപ്പോൾ ഒരു നിയമത്തെ പോലും ചോദ്യം ചെയ്യാൻ കഴിയും. ഒരു പാട്ടിന് ഉറങ്ങുന്ന മനസ്സുകളെ പോലും ഉണർത്താൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ കൈകളിലാണ്. വിദ്യാഭ്യാസം എന്നത് വെറും പരീക്ഷ ജയിക്കുന്നതല്ല. അത് ചോദ്യങ്ങൾ ചോദിക്കുവാനും തെറ്റിനെ തെറ്റെന്ന് പറയുവാനും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനും നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ കൂട്ടായ്മ അത്ര പ്രധാനമാകുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്ന നയങ്ങൾക്കെതിരെ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. കുരിപ്പുഴ മാഷും സോനം വാങ്ചുക്കിനെ പോലെയുള്ളവരും നമുക്ക് കാണിച്ചു തരുന്നത് പോരാട്ടം എന്നാൽ പ്രതീക്ഷയാണെന്നാണ്. ഐക്യദാർഢ്യം എന്നത് വെറും വാക്കല്ല, ഒരുമിച്ച് നിൽക്കുക. ഭാവിയുടെ മേൽ ആരോ മഷി ഒഴിക്കുന്നു. നാം മൗനം വെടിഞ്ഞ് പേനയുയർത്തി വരച്ചിടാം നീതിയുടെ വരികൾ. കവിതയാകട്ടെ നമ്മുടെ ആയുധം, പാട്ടാകട്ടെ നമ്മുടെ മുദ്രാവാക്യം. ചിന്നക്കട മുഴങ്ങട്ടെ ഒറ്റ ശബ്ദത്തിൽ. ഇന്ത്യൻ യുവത ഉണരുകയാണ്. നമ്മുടെ ശബ്ദം ഒന്നാകട്ടെ, നമ്മുടെ പോരാട്ടം ബലം കാണട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ ഒരു കവിത ചൊല്ലാം. പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ. എഴുതിയത് KN കുറുപ്പ്. ഗാസ നടുക്കം മുഴക്കം വെടിയൊച്ച എങ്ങുമി. ഗാസ നടുക്കം മുഴക്കം വെടിയൊച്ച എങ്ങുമി. കൂട്ടക്കുരുതികൾ
കൂട്ടപ്പലായനം, നൊന്തു നീറി പിളരുന്ന ബാല്യങ്ങൾ. കൂട്ടക്കുരുതികൾ, കൂട്ടപ്പലായനം, നൊന്തു നീറി പിളരുന്ന ബാല്യങ്ങൾ. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. ഇരിക്കുന്ന നിങ്ങളോട് കവി സംസാരിക്കുന്നു. അതേസമയം ഇവിടെ ബസ് കത്തിരിക്കുന്നവരോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാം. തീർച്ചയായിട്ടും അത് ഈ ഉദ്യോഗാർത്ഥനയിലൂടെ അവരുടെ ചെവിയിലെത്തുമെന്നും അവരുടെ മനസ്സിലെത്തുമെന്നും ഞാൻ കരുതുകയാണ്. നമ്മൾ ഇത്രയും പേര് ഈ വെയിലും കൊണ്ട് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കണം. ഈ നാട്ടിലെ കൊല്ലത്തെ കവികളും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും നിരാഹാരം വരുന്ന വാങ്ചുക്ക്, സോനം വാങ്ചുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ മനുഷ്യനെ അല്ല. എന്ന് പറഞ്ഞാൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാളാണ്. കണ്ടുപിടിച്ച ഒരു വലിയ സയൻറ്റിസ്റ്റാണ് വാങ്ചുക്ക്. അതുപോലെ തന്നെ ഈ സൂര്യ താപവുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മണ്ണുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയ ആ സ്കൂളുണ്ടാക്കി അതിനകത്ത് കുട്ടികളെ പഠിപ്പിച്ചാൽ കാലാവസ്ഥയുടെ വലിയ ആഘാതങ്ങൾ ഏൽക്കാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കിയാൽ അവിടെ കാലാവസ്ഥയുടെ ആഘാതങ്ങൾ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയും ഇത്തരം ആളുകൾക്ക് കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പുരസ്കാരം നേടിയ ആളുമാണ് സോനം വാങ്ചുക്ക്. സോനം വാങ്ചുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ സമരം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മക്കളാരും ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മക്കൾ ആരും തന്നെ ഈ പരീക്ഷയുടെ പേടിയോടുകൂടി ആത്മഹത്യ ചെയ്തില്ല. പക്ഷേ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവിന് ശേഷമുണ്ടായ ഈ ആളുകളെ കൂട്ടുന്നതിനും ആളുകളെ ഒന്നിപ്പിക്കുന്നതിനുമൊക്കെയുള്ള പരമ്പരാഗത മാധ്യമങ്ങളുടെ പരമ്പരാഗതമായ സാധ്യതകൾക്കപ്പുറത്ത് വലിയ തോതിലാളെ കൂട്ടുന്നതിന് പ്രതിഷേധങ്ങളുടെ ഒരു പരമ്പര. ഇത് ശരിക്കും സ്വാഭാവികമായും അനീതിക്കെതിരായുള്ള പ്രതിഷേധം അത് ഇന്ന് നമ്മുടെ എല്ലാ തീർപ്പുകളിലും പല രൂപത്തിൽ ഉയരുകയാണ്.